നമുക്കിപ്പോൾ നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി ചേരുന്നുണ്ട്. ഒപ്പം ശ്രീ അജിത് കൊളശ്ശേരി, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് ഇരു രാജ്യങ്ങളും. അതിൽ ഇന്ത്യക്കാരെ ഓർത്ത്, മലയാളികളെ ഓർത്ത് നമ്മൾ എപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട്. എന്താണ് നിലവിലുള്ള നീക്കങ്ങൾ? ഇസ്രയേലിലും ഇറാനിലും മലയാളികള് ഉണ്ട്. അതിനകത്ത് ഞാൻ രാവിലെ രണ്ട് ഇസ്രായേലിലെ ജെറുസലേമിലുള്ള മലയാളികളുമായിട്ടും ലോക കേരള സഭയുടെ പ്രതിനിധിയായിട്ടും സംസാരിച്ചിരുന്നു. ടെലവീവിലും ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ വൈകുന്നേരവും ബോംബാർഡ്മെന്റ് ഉണ്ടായിരുന്നു, മിസൈൽ ബോംബാർഡ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് എല്ലാവരും ബങ്കറുകളില് അതിനുള്ള പ്രൊട്ടക്റ്റീവ് ഇതിനുള്ള പ്രത്യേക സ്ഥലങ്ങളില് അവരോടെല്ലാം ആ സമയങ്ങളില് ഇതിന്റെ എയർ റെയ്ഡ് സൈറൻസ് വരുമ്പം അവർ ആ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരിടത്തുനിന്ന് മലയാളികളുടെ ഇടയിൽ നിന്ന് എല്ലാവരും സുരക്ഷിതരായി എന്നുള്ള വിവരമാണ് എനിക്ക് രാവിലെ ലഭിച്ചത്. ഇറാനിലെ നേരത്തെ നോർക്കയുമായി കോണ്ടാക്ട് ചെയ്ത മലയാളികൾ ഉണ്ടായിരുന്നു. അവര് നേരത്തെ ടെഹ്റാനിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ടെഹ്റാൻ വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയി മാറിയിരിക്കുന്നതിനാല് അവര് ടെഹ്റാനിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് അവരെന്നെ അറിയിച്ചത്. 10 മണിക്കൂറോളം അവർ യാത്ര ചെയ്തു ടെഹ്റാനിൽ നിന്ന്. ഇപ്പൊ EST എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവര് നിൽക്കുകയാണ്. അപ്പൊ അവരവിടുന്ന് ഒരു ഇവാക്യുവേഷൻ, മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഇവാക്യുവേഷൻ ആണ് അവർ നോക്കുന്നത്. അപ്പൊ അക്കാര്യത്തിൽ അവരവിടെ നിൽക്കാനും അതിനുള്ള സംബന്ധിച്ചിട്ട് വിദേശകാര്യ വകുപ്പിന്റെ ഏതെങ്കിലും സേഫ് ചാനൽസ് അല്ലെങ്കിൽ സേഫ് റൂട്ട്സ് വരുന്ന സമയത്ത് അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി. ശരി, വളരെ നന്ദി ശ്രീ അജിത് കൊളശ്ശേരി. ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ പങ്കുവച്ചതിന്.